നാളെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ പൊങ്കാലയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരുക്കങ്ങളാണ്. നല്ല ശക്തിയുള്ള ദേവിയാണ്, അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാവരും പൊങ്കാലയിടും. ആദ്യം നമ്മൾ വിറകെല്ലാം ഉണക്കാൻ വെച്ച് വിറകായിട്ട് ചൂട്ട്, കൊതുമ്പ്, ചിരട്ട അങ്ങനെ എളുപ്പം കത്തുന്ന സാധനങ്ങളൊക്കെ എടുക്കാം. പിന്നെ എല്ലാ പ്രാവശ്യവും 2 തേങ്ങ പൊതിക്കും, ഒന്ന് ഗണപതി ഒരുക്കിൽ വെക്കാനും ഒന്ന് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടും. പിന്നെ വിളക്ക് തേക്കുക, താലം, കിണ്ടി, ചന്ദനത്തിരി കുത്തുന്ന സ്റ്റാൻഡ്, ഇതൊക്കെ ഇന്ന് തന്നെ കഴുകി വെക്കും. പിന്നെ പൂ പറിക്കുന്നത്, ഇല വെട്ടുന്നത്, കലത്തിൽ കെട്ടാനുള്ള മാല കുരുക്കുന്നതൊക്കെ നാളെ രാവിലെയാണ് ചെയ്യുന്നത്. അപ്പോൾ കിറ്റായിട്ടാണ് പൊങ്കാലയുടെ സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കലം ഉണ്ടായിരുന്നു. മൺകലമാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ പൊങ്കാലയ്ക്ക് എടുക്കാറ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കുക പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള. ഇത് കൂടാണ്ട് തന്നെ നമ്മൾ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ മേടിക്കണം. പിന്നെ പൊങ്കാലയ്ക്ക് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഒരു നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എക്സ്ട്രാ വാങ്ങിക്കാറുണ്ട്. പിന്നെ എള്ളൊക്കെ വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണോ വേണ്ടുന്നത് അതൊക്കെ ചെയ്യാം. തേങ്ങ തിരുകിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തേങ്ങ ഇന്ന് തന്നെ തിരുകും. പിന്നെ ഗണപതി ഒരുക്കിലേക്ക് വെക്കാനുള്ള അതായത് ശർക്കര മാറ്റി വെച്ചിട്ട് ബാക്കി ശർക്കരയെല്ലാം ഇന്ന് തന്നെ പൊടിച്ച് വെക്കാറുമുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കലം ഇന്ന് തന്നെ എല്ലാം ചെക്ക് ചെയ്യും, ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അത് കൂടാതെ തന്നെ നമ്മൾ ഈ അവൽ, മലർ, അരി, ഇത്രയും സാധനങ്ങൾ പാറ്റിയെടുക്കും. അതിനകത്ത് നെല്ലുണ്ടോ എന്ന് നോക്കും. നെല്ല് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും. അതേപോലെ തന്നെ അതിനകത്ത് കൊന്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പാറ്റിയെടുക്കാറുണ്ട്. അതെല്ലാം തലേന്ന് തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വേണം നമുക്ക് പൊങ്കാല ഇട്ട് തുടങ്ങാനൊക്കെ ഉണ്ട്.